ഇന്നത്തെ സിനിമ അപ്ഡേറ്റ്സ് ഒക്കെ ഈ വീഡിയോയിൽ നോക്കാം. ഡ്യൂണിന്റെ തേർഡ് പാർട്ടിന്റെ ട്രെയിലർ വന്നു. ട്രെയിലറിനെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞ പീക്ക് സാധനം. ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിൽ കണ്ട കിടിലൻ വിഷ്വൽസ് നമുക്ക് ഈ തേർഡ് പാർട്ടിലും കാണാൻ പറ്റും. എന്തായാലും ഡൂംസ്ഡേ കൂടെ ക്ലാഷിൽ വിടാൻ പറ്റിയ എതിരാളിയായത്. വെറ്റിമാരന്റെ അറസൻ സിനിമയിൽ നിന്ന് STRന്റെ റോളിനെ പറ്റി ഒരു റൂമർ വന്നിരിക്കുക. എന്താന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങേര് ആൻഡ്രിയരെ മോണായിട്ടാണ് പ്ലേ ചെയ്യണേന്ന്. ഇതിപ്പോ ഉള്ളതാണെങ്കിൽ STRന്റെ തന്ത ആരാണ്, ചിലപ്പോ സമുദ്രകന്യായിരിക്കും. ക്രിസ്റ്റോഫർ നോളന്റെ യൂണിവേഴ്സിലെ സ്പൈഡർമാന്റെയും പനിഷറിന്റെയും പുതിയ ലുക്ക് വന്നു. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നതാണ് ആ ലുക്ക്. മോഹൻലാലിന്റെ ക്ലാസിക് സിനിമയെ കിരീട റീറിലീസ് ചെയ്യാൻ പോണ കാര്യം നിങ്ങൾ പലർക്കും അറിയാം. ഇപ്പൊ അതിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് പോകണം എല്ലാവരും ബുക്ക് ചെയ്ത് തുടങ്ങിക്കോ. ജൂലൈ 10 ഇത് റിലീസ് ചെയ്യും, അതായത് നാളെ. ദുൽഖറും പൂജ കഴിച്ചും ചേർന്ന് അഭിനയിക്കുന്ന ദുൽഖറിന്റെ 41ാമത്തെ സിനിമയിലെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും നാളെ റിവീൽ ചെയ്യും. ഇതൊരു ലവ് റൊമാൻസ് കാറ്റഗറി സിനിമയാണെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ 9ാമത്തെ സിനിമയിലെ പൂജ ഇപ്പൊ നടന്നിരിക്കുക. നിതീഷ് തകാദേവ ഈ സിനിമയെ ഡയറക്ട് ചെയ്യാൻ പോണത്. ഇതിൽ ആരൊക്കെയാണ് ആക്ട് ചെയ്യാൻ പോണെന്ന് നമുക്ക് വഴി ഏറിയാം. അല്ലു അർജുനെ വെച്ച് ലോകം എടുക്കാൻ പോണ അല്ലു അർജുന്റെ 23ാമത്തെ സിനിമയിലെ ഷൂട്ടിംഗ് ഈ ആഗസ്റ്റ് മാസം മുതൽ സ്റ്റാർട്ട് ആവും. ഈ വർഷം തീരും മുമ്പേ ഇതിന്റെ ഷൂട്ടിംഗ് വർക്കെല്ലാം തീരുമെന്നാണ് പറയുന്നത്. അല്ലുവിന്റെ പടം എടുത്തതിന് ശേഷമെങ്കിലും ലോകം തിരിച്ച് ചെൽസിയിലേക്ക് വരുവാന്തോ. രാംചരന്റെ പെടി ഇന്ന് സ്ട്രീമായി, വേണമെങ്കിൽ പോയി കാണൂ, നെറ്റ്ഫ്ലിക്സിലുണ്ട്. പൃഥ്വിരാജിന്റെ നോബഡി ഇന്ന് റിലീസായി. എന്ന അമ്മ പൈസ തരാത്തോണ്ട് എനിക്ക് പോയി കാണാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള നിങ്ങൾ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്തിട്ട് പോകൂ. ഇതേപോലത്തെ ഡെയിലി പറഞ്ഞ സിനിമ അപ്ഡേറ്റ്സ് എല്ലാം അറിയണമെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ യൂണിവേഴ്സിലേക്ക് ജോയിൻ ആയിക്കോ.